ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നിവിടെ റെഡിയാക്കാനായി വന്നിരിക്കുന്നത് ഒരു USB പ്ലെയറാണ്. സൗണ്ട് ബാർ മോഡലിലുള്ള ഒരു ചെറിയ USB പ്ലെയർ. ഓണാവാത്തതാണ് ഫാൾട്ട്. ലൈറ്റുമില്ല, ഓണാകുന്നേ ഇല്ല. ഈ കുഞ്ഞു ബോർഡ് തന്നെയാണ് ഇതിൻ്റെ ബോർഡ്. ഈ ഒരു ബോർഡ് മാത്രമേ ഇതിൽ ഉണ്ടാവുകയുള്ളൂ. ഈ കാണുന്ന വയർ കണക്ഷനുകളിൽ 2 എണ്ണം സ്പീക്കറിനായിട്ടുള്ളതാണ്. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറാണ്. ഒന്ന് ബാറ്ററി കണക്ഷനാണ്. നമുക്ക് ആദ്യമായിട്ട് ബാറ്ററി ഒന്ന് വേറെ കൊടുത്ത് നോക്കണം. ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് വേറെ ഒന്ന് കൊടുത്ത് തന്നെ നോക്കാം. ബാറ്ററി കൊടുത്ത് നോക്കിയിട്ടും ഓൺ ആകുന്നില്ല. ആ സമയത്താണ് ഒരു ഡയോഡ് പോയിരിക്കുന്നതായിട്ട് തോന്നിയത്. ആ ഡയോഡിൻ്റെ നടുക്ക് കരിച്ചിലുണ്ട്, ഒരു ഹോള് പോലെ വീഴുന്നിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഡയോഡ് പോയിരിക്കുന്നത് അറിയാം. ഹോള് പോലെ വീഴുന്നിരിക്കുന്നു, കരിച്ചിലുണ്ട്. ഡയോഡ് നമുക്ക് മാറ്റി എന്തായാലും നോക്കണം. ഡയോഡ് ചിലപ്പോൾ ICയുടെ സപ്ലൈ ആയിരിക്കാം. ഡയോഡ് ഇളക്കി എടുത്തു. ഇനി നമുക്ക് അതുപോലെ ഒരു ഡയോഡ് ഇട്ട് നോക്കാം. സെയിം നമ്പറൊന്നും ഞാനിവിടെ നോക്കുന്നില്ല. നമുക്കൊരു നല്ല ഡയോഡ് തന്നെ ഇട്ട് നോക്കാം. ഇതുപോലെ സർവീസ് ചെയ്യുന്നവർ, അതായത് തുടക്കക്കാർ ശ്രദ്ധിക്കുക, ഡയോഡിന് ഡയറക്ഷൻ ഉണ്ട്, ഒരു വാക്കേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രോണിക്സ് ബോർഡുകളിൽ നമ്മൾ അയൺ വച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യണം. ടച്ചൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സോൾഡർ ചെയ്തതിൽ കുഴപ്പങ്ങളോ ടച്ചുകളോ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ലൈറ്റൊക്കെ കത്തി. നമ്മുടെ USB പ്ലെയർ ഓണായി വന്നിട്ടുണ്ട്. വർക്കിങ്ങുമാണ്, ഓഡിയോ ഒക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചത് നമ്മുടെ ചെക്കിംഗ് ബാറ്ററി വെച്ചാണ്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ബാറ്ററി കണക്ട് ചെയ്ത് ഓണാക്കി ചെക്ക് ചെയ്യാം. ഈ സെറ്റിലെ ബാറ്ററിയിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് അടച്ച് ചെക്ക് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാം. ഈ USB സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ് ഈ കാണിച്ച ഞാനിപ്പോൾ മാറ്റിയ ഡയോഡ് മാത്രമായിരുന്നു. ഇതുപോലുള്ള സെറ്റിൻ്റെയൊക്കെ വില വളരെ കുറവാണ്. അപ്പോൾ പലർക്കും ഇത് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. റെഡിയാക്കാൻ ഫാൾട്ട് വന്നാൽ റെഡിയാക്കാം. കൂടുതൽ ഫാൾട്ട് വന്നാൽ റെഡിയാക്കുന്നത് നഷ്ടമാണ്. ഇതിൻ്റെയൊക്കെ വില വളരെ കുറവാകുമ്പോൾ സർവീസ് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ മുതലാകാതെ വരും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വെള്ളാമ്പൽ പൂക്കും ചോലയിൽ